ഹായ് കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ പള്ളിയിലെ വാർഷികം എല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായിരുന്നു കേട്ടോ നമ്മുടെ സ്കൂളിലെ വാർഷികം. സെൻറ്റ് സെബാസ്റ്റ്യൻ LP സ്കൂൾ കൂടരഞ്ഞി, അതായത് LP സ്കൂളിൻ്റെ വാർഷികം. അപ്പം നമ്മുടെ ആദ്യക്കൂട്ടം പഠിക്കുന്ന സ്കൂളിൻ്റെ വാർഷികം കേട്ടോ. വാർഷികവും ജൂബിലി എല്ലാം കൂടി ആയിരുന്നിട്ട് 75 വർഷത്തിൻ്റെ ജൂബിലി ഒക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളും ഉണ്ടായിരുന്നു ചെറിയൊരു ഡാൻസിന്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ വീഡിയോയൊന്നും അധികം ഇല്ല കേട്ടോ. ഈ ഡാൻസിന് വേണ്ടിയുള്ള ഡ്രസ്സിൻ്റെ ശരിയാക്കാനുള്ള ഓട്ടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും പാച്ചിലുമായിട്ട് ഒന്നിനും നേരം വണ്ണം കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ചെന്നപ്പോഴാണ് ഈ നമ്മുടെ വാവച്ചിയും തത്തമ്മയും നമ്മളെ കൂട്ടുകാരെ മക്കളെല്ലാവരും ടീച്ചേഴ്സൊക്കെ അവരൊരുക്കാൻ തുടങ്ങി. രക്ഷിതാക്കളും ടീച്ചേഴ്സും എല്ലാവരും സഹകരണത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓടി നടന്ന് എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെയോ കുറച്ച് വീഡിയോ പിടിച്ച് വെച്ചാണ് കേട്ടോ ഇത്. മുഴുവൻ വീഡിയോ ഒന്നും തന്നെ ഇല്ല. എല്ലാ ക്ലാസ്സിലും ഓരോ ക്ലാസ്സിലും ഉണ്ട് രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുങ്ങുന്നു. അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ. സത്യം പറയാലോ, ഈ പിള്ളേരെ പ്രോഗ്രാം പോലും വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ ഡാൻസും വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ കൂട്ടുകാരൊക്കെ പിടിച്ച വീഡിയോ ഒക്കെ ചോദിച്ചു വാങ്ങിയതാണ്, കയ്യിലുള്ള കഷ്ണം വീഡിയോസൊക്കെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇത് വന്നിട്ട് ഒച്ചയിട്ടതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ സന്ധ്യ ആവാനായപ്പോഴത്തേക്കും ഞങ്ങൾ ഇതാ ബ്രൂബി പെണ്ണൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരും കൂടെ റെഡിയായി കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കാനും വാടകയ്ക്കെടുത്ത ഡ്രസ്സ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം കൂടെ ഞങ്ങൾ ഇറങ്ങി. അപ്പോഴേക്കും ചെറിയ കുഞ്ഞുമക്കളുടെ പ്രോഗ്രാം തുടങ്ങി. അതായത് സ്റ്റേജിലേക്കുള്ള സാംസ്കാരിക സമ്മേളനം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി ഒരു വട്ടം കളിച്ചൊക്കെ നോക്കി. ചിലതൊക്കെ കിട്ടുന്നുണ്ട്, ചിലതൊന്നും കിട്ടുന്നില്ല. എങ്ങനെയും ഒപ്പിച്ച് കളിക്കാമെന്നൊക്കെ വിചാരിച്ച് അധികം പ്രാക്ടീസ് എല്ലാവരും കൂടെ കൂടിയുള്ളൊരു പ്രാക്ടീസിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും വേണ്ടില്ല, നമുക്ക് ഉഷാറാക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കയറി വന്നപ്പോഴത്തേക്കും ആദ്യക്കൂട്ടനൊക്കെ ഒരുങ്ങി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവരെല്ലാവരെയും കൂടെ നിർത്തി വീഡിയോ പോലെ പിടിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ സമയം കുറച്ചധികം നേരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ടീച്ചറിൻ്റെ പ്രധാന അധ്യാപികയുടെ സിസ്റ്ററിൻ്റെ യാത്രയയപ്പ് ഉണ്ടായിരുന്നേ. സിസ്റ്റർ പാടിയ പാട്ട് കേട്ടപ്പോൾ ഉണ്ടല്ലോ, എന്ത് ഭംഗിയായിരുന്നതാ. നിങ്ങളൊന്ന് കേട്ട് നോക്ക് കേട്ടോ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റുമില്ല പാരിടത്തിൽ ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകെ. എത്ര കാലം ജീവിച്ചെന്നാലും പിന്നെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇവരുടെ ക്ലാസ് ടീച്ചർ, ആദ്യക്കുട്ടൻ്റെയൊക്കെ ക്ലാസ് ടീച്ചർ, അവരെ പഠിപ്പിച്ച ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാവരും വളരെ എനർജറ്റിക്കായിട്ട് കളിച്ചതായിട്ടായിട്ട് തോന്നിയത്. ടീച്ചർ കുറഞ്ഞ ദിവസങ്ങൾ അവർക്ക് പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. പക്ഷേ ടീച്ചർ വളരെ പെർഫെക്റ്റായിട്ട് അവർ സ്റ്റേജിലേക്ക് വന്ന ആ രീതിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വന്നതും കളിച്ചതും എല്ലാവരും ഫുൾ എനർജറ്റിക്കായിരുന്നു കേട്ടോ. സ്റ്റേജിൽ നല്ലപോലെ കളിച്ചു, എല്ലാവരും ഒരുപോലെ കളിച്ചു കേട്ടോ. ടീച്ചർക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ടീച്ചർ അത്ര നല്ല രീതിയിൽ പിള്ളേരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഏറ്റവും അവസാനം ഞങ്ങളുടേതായിരുന്നു കേട്ടോ. അതും കൂടി കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപിക ഈ വർഷത്തോടു കൂടി അവിടുന്ന് മാറുകയാണ്. അപ്പം ടീച്ചറിൻ്റെ യാത്രയയപ്പ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു, പിള്ളേരെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ സമയമുണ്ടല്ലോ, രാത്രി 12 മണി എങ്ങാണ്ടാണ് കേട്ടോ. ഞങ്ങളെല്ലാം കഴിഞ്ഞ് കുറേ നേരം ഇരുന്ന്. കാരണം ഈ വർഷത്തെ PTA കഴിയുകയാണ്. അടുത്ത വർഷം മിക്കവാറും PTAയിലോട്ട് ഉണ്ടോയെന്ന് അറിയില്ല. പല കാരണങ്ങളാൽ എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയുമെന്ന് അറിയില്ലല്ലോ. അപ്പം എന്താ പറയുക, ഇങ്ങനെ എല്ലാവരും ഒത്തുചേരുന്ന സമയത്ത് വളരെ സന്തോഷമാണ് കേട്ടോ.
പിന്നെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ആ ഒത്തുചേരുന്ന സമയത്ത് എല്ലാവരും ഒരു പ്രത്യേക കൂട്ടാണ്. അപ്പോൾ ആ സന്തോഷം എല്ലാം ആസ്വദിച്ച് ശരിക്കും ഞങ്ങൾ വിട വാങ്ങി. അങ്ങനെ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. എന്താണെങ്കിലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.